നമുക്ക് എത്തിക്കാം. നമുക്ക് കാണാം താന്നിയിൽ നിന്നും പരവൂരിനടുപ്പിച്ചും താന്നി തീർച്ചയായിട്ടും നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവർ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ KM മീഡിയയുടെ പ്രേക്ഷകർക്കെല്ലാം കാണാം. തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വളരെയേറെ കണ്ടോ, ഏറ്റവും വലിയ കണ്ടെയ്നർ കണ്ട തിരയടിക്കുന്നു. ഇതിനെ നിരീക്ഷിച്ചാണ് ഇത്രയും ദിവസം പോലീസും നമ്മളെ ഇരവരം പോലീസും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കണ്ടെയ്നർ പല ഭാഗത്തായി കരുനാഗപ്പള്ളി, ചവറ, ഒറ്റങ്ങൾ അങ്ങനെ പരിമണം അങ്ങനെയുള്ള പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് കണ്ടെയ്നർ ഇങ്ങനെ തിരയലിൽ അടിച്ച് വലിയ വെയിറ്റുള്ളതാണ് നമ്മൾ കാണുന്നത് പോലെയല്ല. ഇത് കാണുമ്പോൾ തന്നെ എല്ലാ ജനങ്ങൾക്കൊരു ഭയം പോലാണ്. ഒരു ലോറിയുടെ വലിപ്പം വരുന്ന കണ്ടെയ്നറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ തന്നെ അറിയാം. വീണ്ടും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ പോലീസ് ഇവിടെ നിരീക്ഷണത്തിൽ തന്നെ നിൽക്കുകയാണ്. കണ്ടെയ്നറുടെ കിടക്കുന്ന ഒരു ലോറിയുടെ വലിപ്പം തന്നെ വരുന്ന ലോറിയുടെ വലിപ്പം തന്നെ ഉണ്ട് ഈ കണ്ടെയ്നറിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. അപ്പം ഇരവിപുരം പോലീസിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ ഈ പരവൂർ പോലീസ് സ്റ്റേഷൻ്റെയും ഇരവിപുരം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ഭാഗമാണ് ഇത് നമുക്കറിയാൻ കഴിയുന്നത്. പരിധിയിലാണ് ഇത് കിടക്കുന്നത്. 150 മീറ്റർ കയറി കഴിഞ്ഞാൽ പരവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കണ്ടെത്തിയത്. അപ്പം നാളെ വലിയ തിരക്കായിരിക്കുമല്ലോ നേരം വെളുക്കും. ഓക്കെ. അപ്പോൾ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ്റെ പോലീസാണ് നമുക്കിപ്പോൾ നമ്മളിവിടെ പ്രതികരിക്കുന്നത്. ഇവിടെ നിന്നും റൂട്ടിലേക്ക് പോകാനാണ്. ഒരുപക്ഷെ ജനങ്ങളെ ഇവിടെ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സന്ദർശകരെ ഒന്നും അടുപ്പിക്കാൻ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. കൂടുതൽ 20 മീറ്റർ ദൂരെ വരെ ഇതിൻ്റെയൊക്കെ അടുത്ത് പോകല്ലോ എന്നാണ് പല വാർത്തകളിലും നമുക്ക് നിറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് മാപ്രകളെ പറ്റി മനസ്സിലായി കണ്ടല്ലേ? അതെ. നിങ്ങൾ തമ്മിൽ കണ്ടാലുള്ള മാതൃഭൂമി ഇപ്പൊ എന്താ നമ്മൾ ന്യൂസ് എടുത്തപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ അവരോടൊന്നിനും പോയിട്ടില്ല, അവരെ വീഡിയോ വലിക്കാൻ പോയിട്ടില്ല. നമ്മൾ കടലിലോട്ട് നോക്കി ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത്? സംസ്കാരം കാണിച്ചു. അതെ. അവിടെ ഒരു ഐമാസ് ലൈറ്റ് എംപിയുടെ ലൈറ്റ് കൊണ്ട് വെച്ചിട്ട് 1.5 കൊല്ലമായതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മാതൃഭൂമിക്കാരെയൊക്കെ വേറൊരു വിഷയമുണ്ട് ഇതിനകത്ത്. നമ്മളിത് വേണ്ട താങ്ക് യു ചേട്ടാ. ഇങ്ങനെ നമ്മളെ പോലുള്ള ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഇടുക്കിലും മുടുക്കിലും സാധാരണക്കാരൻ്റെ വിശേഷങ്ങളെ ചോർത്തിക്കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. അപ്പം മാതൃഭൂമി ഇപ്പം തന്നെ ജോലികൾ ചെയ്യുന്നു. മാധ്യമ പ്രവർത്തകർ ജീവിക്കാൻ പറ്റുന്ന കഷ്ടം തോന്നുന്നു. നിങ്ങൾ എഡിറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് തീർച്ചയായിട്ടും അല്ല അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കൊടുക്കത്തിരിക്കും. തീർച്ചയായിട്ടും ആദ്യം കൂടെ കണ്ടാര് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആദ്യം കണ്ട അതെ ശരി. ഇവിടെ ഉള്ളവരെ ഈ കടപ്പുറം കൊണ്ട് ജീവിക്കുന്നവരാ, അവരായിരിക്കും ആദ്യമേ കണ്ടത്. അതെ തീർച്ചയായിട്ടും. തന്നെ നമ്മളിവിടെ കാണാനായിട്ട് കാഴ്ച അതിനകത്ത് അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആവേശമാണ് അവർക്ക് ഉള്ളതും നമുക്കറിയാൻ കഴിയുന്നത്.